സ്കാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇജാതി സ്കാം. രാവിലെ തന്നെ ഞാൻ സ്വിഗ്ഗിയുടെ ആപ്പ് എടുത്ത് ഓണാക്കി നോക്കിയപ്പോൾ ഇവിടെ ഏണിങ്സിൻ്റെ ഈ ഭാഗത്ത് കാണാം -148 എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ ആലോചിക്കുക, അത് ഈ കഴിഞ്ഞ ആഴ്ച ഞാൻ അത്ര ഒന്നും വർക്ക് ചെയ്തിട്ടില്ല. അപ്പം TDS കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഈ -148 എന്ന് പറഞ്ഞിട്ടുള്ള സംഖ്യയിലേക്കൊന്നും എത്തത്തില്ല. അപ്പോൾ എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ ഏണിങ്സിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നോക്കി. അപ്പോൾ ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം Monday to August 11 തിങ്കളാഴ്ചത്തെ ആ ഒരു ഏണിംഗ് ആണ് -148 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതിൽ വീക്കിലി പോയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 11 to 17, അതായത് ഇത് ഈ ആഴ്ചയില്ല, അതിൻ്റെ മുന്നത്തെ ആഴ്ച ഞാൻ വെറും 1351 രൂപക്ക് മാത്രമേ കൂടിയിട്ടുള്ളൂ. ബട്ട് അവിടെ TDS കട്ട് ചെയ്യുകയാണെങ്കിൽ പോലും ഇത്രയും വലിയൊരു എമൗണ്ട് വരത്തില്ല. അപ്പോൾ ഞാൻ ഇതിൽ ക്ലിക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം ബോണസ് ആക്ടിവിറ്റി എക്സ്ട്രീംലി ഫാസ്റ്റ് ഡെലിവറി സ്പീഡ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനൊരു മെസ്സേജാണ് എനിക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ അതിൽ ക്ലിക്ക് ചെയ്ത് നോക്കിയപ്പോൾ അതിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് എന്താണ് അവിടെ സംഭവിച്ചതെന്നുള്ള കാര്യം. അപ്പോൾ ഞാൻ കഴിഞ്ഞ August 10 വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയപ്പോൾ സബ്വേ എന്ന് പറഞ്ഞിട്ടുള്ള ഹൈലൈറ്റ് മാളിലുള്ള ഷോപ്പിൽ നിന്നാണ് ഓർഡർ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അവിടെ നോക്കുമ്പം ആ ഒരു ഓർഡറിനെ ബേസ് ചെയ്തിട്ടാണ് എനിക്ക് വന്നിട്ടുള്ള ഈ ഒരു ആക്ഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ റോങ് ആക്ഷൻ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അവിടെ ഇൻവെസ്റ്റിഗേഷൻ സജസ്റ്റ് ദാറ്റ് യു റീച്ച് ദ റെസ്റ്റോറൻറ്റ് യൂഷ്വലി ഫാസ്റ്റ് ഇൻ ദ ഓർഡർ വിച്ച് ഇൻഡിക്കേറ്റ് ദാറ്റ് യു ഡിഡ് നോട്ട് ട്രാവൽ ദ ഫുൾ ഡിസ്റ്റൻസ് ടു ദ റെസ്റ്റോറൻറ്റ് പ്ലീസ് മേക്ക് അറൈവ് ഓർ ഇറ്റ് വാസ് എ സെൽഫ് ഓർഡർ. അതായത് ഞാൻ ഒന്നല്ലെങ്കിൽ അവർ കാണിച്ചിരിക്കുന്ന ആ ലോങ് അത്രത്തോളം ഞാൻ ട്രാവൽ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഇത് ഞാൻ തന്നെ സെൽഫായിട്ട് ഓർഡർ ചെയ്തിട്ട് അവരെ പറ്റിച്ചിട്ട് എടുത്തിട്ടുള്ള ഓർഡർ ആണെന്നുള്ള രീതിക്കാണ് എനിക്ക് ഈ ഒരു ഇത് കിട്ടില്ല. അതായത് ആ റെസ്റ്റോറൻറ്റിൽ ഞാൻ വളരെ വേഗം എത്തി. അപ്പം അതിൽ നോർമലി അവർ കാണിച്ചിട്ടുള്ള കിലോമീറ്ററിനെക്കാട്ടിലും വളരെ കുറച്ച് ഞാൻ ട്രാവൽ ചെയ്തിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് ഈ ഒരു നോട്ടീസ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ റിസൾട്ടായിട്ട് എനിക്കിവിടെ പെനാൽറ്റി 148 രൂപ ഡിഡക്റ്റഡ് ഫ്രം യുവർ വീക്ക് ഏണിങ്സ് എന്ന് പറഞ്ഞിട്ടാണ് കാണിച്ചത്. അപ്പോൾ ആ ഒരു 148 രൂപയാണ് ഇവിടെ എനിക്ക് നെഗറ്റീവായിട്ട് ഈ സ്റ്റാർട്ടിങ്ങിൽ തന്നെ വരുമ്പം ഇന്നത്തെ ദിവസം എനിക്ക് കാണിച്ചിട്ടുള്ളത്. അപ്പം ഇത് എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒരു ക്ലാരിഫൈ ആയിട്ട് പറയാൻ വേണ്ടിയിട്ട്, അതായത് ഇവരെങ്ങനെയാണ് ഈ ഒരു സ്കാം ഇവിടെ നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് ഞാൻ ഇവിടെ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പം നേരത്തെ കാണിച്ചു തന്നിട്ടുള്ള ആ ഒരു ഡീറ്റെയിൽ വെച്ചിട്ട് നിങ്ങൾക്ക് കാര്യം എന്താണെന്ന് മനസ്സിലായി. അപ്പം എനിക്ക് എങ്ങനെയാണ് ഒരു 148 രൂപേൻ്റെ നെഗറ്റീവ് വന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ 10-ാം തീയതി ഞാൻ ആകെ ഓടിയിട്ടുള്ളത് 2 ഓർഡേഴ്സാണ്. ആ 2 ഓർഡേഴ്സുള്ള സെക്കൻഡ് ഓർഡറാണ് ഈ സബ്വേ എന്ന് പറഞ്ഞിട്ടുള്ള ഹൈലൈറ്റ് മാളിലുള്ള ഷോപ്പിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ള 148 രൂപയുടെ ഓർഡർ ഏണിങ്സ്. അപ്പം ആ ഒരു വിഷയം പറഞ്ഞിട്ടാണ് അവർ അന്ന് എനിക്ക് തന്നിട്ടുള്ള മൊത്തം ടോട്ടൽ എമൗണ്ട് എൻ്റെ ഏണിങ്സിൽ നിന്ന് കട്ട് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പം ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം ഡിസ്റ്റൻസ് 22.45 കിലോമീറ്റർ എന്ന് പറഞ്ഞ് കാണിച്ചിട്ടാണ് ഈ ഒരു 148 രൂപേൻ്റെ ഏണിങ്സ് എനിക്ക് തന്നിട്ടുള്ളത്. പക്ഷേ ആക്ച്വലി ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കോഴിക്കോട് ഹൈലൈറ്റ് മാളിൽ നിന്ന് IIMലേക്കുള്ള ലോങ് എന്ന് പറയുന്നത് ആകെ 12 കിലോമീറ്റർ ഉള്ളൂ. പക്ഷേ ഇവിടെ ഡിസ്റ്റൻസ് ടോട്ടൽ 22.45 കിലോമീറ്റർ കാണിച്ചിട്ടുണ്ട്. പക്ഷേ ആക്ച്വലി എനിക്ക് ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ട് അധികം ട്രാവൽ ചെയ്യേണ്ടി വന്നിട്ടില്ല. കാരണം ഞാൻ അവിടെ ഹൈലൈറ്റ് മാളിൻ്റെ സൈഡിലുള്ള ഒരു പോക്കറ്റ് റോഡിൻ്റെ അടുത്ത് നിയർലി ഒരു 1 കിലോമീറ്റർ താഴെ ഒരു 500 മീറ്റർ ഒക്കെ എടുത്തതിനായിട്ടാണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെ ഈ മാപ്പിൽ ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ ഞാൻ നിൽക്കുന്ന ഈ പോയിന്റ് ബ്ലൂ ഡോട്ട്, അതിൻ്റെ നേരെ അവിടെ ഒരു കുക്ക് ചെയ്യുന്ന ഒരു ബ്ലാക്കിലൊരു ഇത് കാണാം, അതാണ് റെസ്റ്റോറൻറ്റ്. അപ്പോൾ ഞാൻ നിയർലി അതിൻ്റെ അടുത്താണ്. നിങ്ങൾക്കൊന്നുകൂടി മനസ്സിലാൻ വേണ്ടിയിട്ട് ഇപ്പം ഈ ഒരു ഇതിൽ എനിക്ക് ഞാൻ വേറൊരു ഓർഡറിൻ്റെ ഒരു സ്ക്രീൻഷോട്ടാണ്. അപ്പോൾ ഇതിൽ ഞാൻ നിൽക്കുന്ന പോയിന്റ് എന്ന് പറയുന്നത് ഇതാ ഇവിടെയാണ്. അപ്പോൾ എനിക്ക് ഇവിടുന്ന് ഈ പിക്കപ്പ് ലൊക്കേഷനിലേക്ക് ഇത്രയും ലോങ് എനിക്ക് സഞ്ചരിക്കണം, ഈ കുക്ക് ചെയ്യുന്ന ഈ ഒരു ബ്ലാക്കിലുള്ള ഈ ഡോട്ടിൻ്റെ അവിടേക്ക്. അതിനുശേഷം അവിടുന്ന് പിക്ക് ചെയ്തിട്ടാണ് എനിക്ക് കസ്റ്റമറിൻ്റെ ലൊക്കേഷനായി ഇവിടെ ഈ ഒരു ആളിൻ്റെ രൂപം കാണുന്ന ആ ഒരു ഭാഗത്തേക്ക് പോകേണ്ടത്. അപ്പം നമുക്ക് ഈ ഓർഡർ അടിക്കുമ്പോൾ തന്നെ ഇതിൽ കാണിക്കും നമ്മളെവിടെയാണ് നിൽക്കുന്നത്, നമുക്ക് എവിടേക്കാണ് പോകേണ്ടത് പിക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിക്കപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് കസ്റ്റമറുടെ അടുത്തേക്ക് എങ്ങനെയാണ് പോകേണ്ടത് എന്നുള്ളത് കാണിക്കും. അപ്പം ഇതിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം കറക്റ്റായിട്ട് ഇതിൽ ഞാൻ നിൽക്കുന്നത് നിയർലി ആ റെസ്റ്റോറൻറ്റിൻ്റെ അടുത്ത് തന്നെയാണ്, അതായത് ഹൈലൈറ്റ് മാളിൻ്റെ തൊട്ട് താഴെ തന്നെയാണ്. പക്ഷേ എനിക്ക് ഇവിടെ കാണിച്ചിട്ടുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 22.45 കിലോമീറ്ററാണ്. അപ്പം ഞാൻ അതെന്താണ് ഇത് എനിക്ക് ആദ്യം തന്നെ ഡൗട്ട് തോന്നി, എന്തുകൊണ്ട് എത്ര കിലോമീറ്റർ കാണിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഞാനത് ജസ്റ്റ് ആ സമയത്ത് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുകയുണ്ടായത്. അതിനുശേഷം എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ NHൻ്റെ പണി നടക്കുന്നതിനെ കൊണ്ട് തന്നെ അവിടെ അടുത്തൂടെ കറങ്ങി തിരിഞ്ഞിട്ടുള്ള വഴിയായിരിക്കാം ചിലപ്പം പിക്കപ്പായിട്ട് അവർ കാണിച്ചിട്ടുണ്ടാവുക എന്നുള്ളതാണ്. പക്ഷേ ഞാൻ അതിനുശേഷം എന്താ ചെയ്ത് കസ്റ്റമർ കെയറിലേക്ക് പോയിട്ട് വിളിച്ചപ്പം അവർ പറയുന്നത് ഈ ഒരു റീസൺ അല്ല. ഞാൻ വിചാരിച്ചിരുന്നത് ഹൈലൈറ്റ് മാളിൻ്റെ അടുത്തേക്ക് പോകുമ്പോഴുള്ള ആ ഒരു ഡിസ്റ്റൻസിൻ്റെ ഇഷ്യൂ ആയിരിക്കാം. അതുപോലെ തന്നെയാണല്ലോ അതിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത്. അതായത് അവർ ഇവിടെ ഇഷ്യൂ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് അത് തന്നെയാണ്.
ഇതിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം നമ്മൾ ആ റെസ്റ്റോറൻ്റ് അടുത്തേക്ക് എത്തുന്നത് വളരെ പെട്ടെന്നായിരുന്നു. അതുകൊണ്ടാണ് ഈ ഒരു വിഷയം വന്നത് എന്നുള്ള രീതിക്കായിരുന്നു ഇതിലുള്ള നോട്ടീസ്. പക്ഷെ ഞാനത് കസ്റ്റമർ കെയറിലേക്ക് കോൺടാക്ട് ചെയ്തു തരാം. അവർ പറഞ്ഞിട്ടുള്ളത് ഞാൻ പിക്കപ്പ് ചെയ്തതിന് ശേഷം ഹൈലൈറ്റ് മാളിലേക്ക് പോയിട്ടുള്ള ലോങ് 2 കിലോമീറ്റർ കുറഞ്ഞ്, അതായത് പെട്ടെന്ന് ഓടി എത്തി, അതിനെ കൊണ്ടാണ് ഈ പറയുന്ന ഫൈന് വന്നിട്ടുള്ളത്. ഞാൻ 14 കിലോമീറ്റർ ഓടേണ്ട സമയത്ത് 12 കിലോമീറ്റർ ഓടിയെന്ന് പറഞ്ഞിട്ടുള്ള ഒരു എന്താ പറയുക, ഭയങ്കര വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു നിങ്ങൾ ഷോർട്ട് കട്ടൊക്കെ എടുത്തിട്ട് പോയിട്ടുണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു മുടന്ത ന്യായം പറഞ്ഞിട്ടാണ് ഈ ഒരു ഞാൻ വിളിച്ചിട്ടുള്ള ആള് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ വോയിസ് റെക്കോർഡ് ഞാൻ കൊടുക്കുന്നുണ്ട് ഈ ഒരു കാര്യം ജസ്റ്റ് പറഞ്ഞതിന് ശേഷം. അപ്പോൾ എന്തൊക്കെയാണ് ഞങ്ങൾ സംസാരിച്ചത്, അവരെ നമ്മുടെ അടുത്ത് എന്തൊക്കെ രീതിക്കാണ് സംസാരിച്ചത്, അവരുടെ റെസ്പോൺസ് എങ്ങനെയാണെന്നുള്ളത്. നിങ്ങൾ സ്വിഗ്ഗിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്ക് എന്തെങ്കിലും രീതിക്കുള്ളൊരു ഇഷ്യൂ വന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അത് നമുക്ക് അഡ്വാൻറ്റേജ് ആയിട്ടുള്ള രീതിക്ക് അവരുടെ ഭാഗത്തു നിന്ന് ഒരിക്കലും, ഓൾറെഡി ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് അവർ പെനാൽറ്റിയോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ വാണിംഗ് ഒക്കെ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന് എഗെയിൻസ്റ്റ് ആയിട്ടൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. ഓൾറെഡി അവർ നമുക്ക് എഴുതി ഒപ്പിട്ട് തന്നു, ഇത് നിങ്ങൾ ചെയ്തതാണ്, നിങ്ങളെ ഭാഗത്തുള്ള തെറ്റാണെന്നുള്ളത്. നമ്മളത് പ്രൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അത് നമുക്ക് മാറ്റി തരാനുള്ള ചാൻസ് എന്ന് പറയുന്നത് 99.9% ഇല്ല. ഒരു 1% എവിടെയെങ്കിലും ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അത്രേ ഞാൻ പറയുന്നത്. കാരണം എനിക്ക് ഇതുപോലെ ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ എത്രയും തെളിവുകൾ എൻ്റെ കയ്യിൽ ഉണ്ടായിട്ട് പോലും, ഈ പറയുന്ന ഈ ഡീറ്റെയിൽസ് ഒക്കെ വെച്ചിട്ട് പോലും ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞിട്ടും എനിക്ക് പ്രത്യേകിച്ച് യാതൊരു ഗുണം ഉണ്ടായില്ല. അവർക്ക് മെയിൽ അയക്കാൻ വേണ്ടിയിട്ട് നോക്കാം, അവരുടെ അടുത്ത് നിന്നുള്ള റിപ്ലൈ നോക്കിയിട്ട് അതിനനുസരിച്ച് ചെയ്യാനേ പറ്റത്തുള്ളൂ എന്നാണ് പറയുന്നത്. കാരണം ഇവർക്ക് മെയിൽ അയക്കാൻ ഒരു മീഡിയേറ്റർ ആയിട്ട് നമ്മൾക്ക് എന്തിനാണ് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യും? നമുക്ക് തന്നെ ഓൾറെഡി നമ്മൾ കംപ്ലൈൻറ്റ് ചെയ്യുന്നത് നമ്മൾക്കറിയുന്ന രീതിക്കാണ്. അതേപോലെ തന്നെ നമുക്ക് ഡയറക്റ്റ് അവർക്ക് മെയിൽ അയച്ചാൽ പോരെ. എന്തിനാണ് ഇതിൻ്റെ ഉള്ളിൽ ഒരു മീഡിയേറ്റർ ആയിട്ട് ഇവർ നിന്നിട്ട് ഇവരുടെ അടുത്ത് നമ്മൾ സങ്കടം പറഞ്ഞിട്ട് അത് അവർ മെയിൽ ചെയ്യേണ്ട ആവശ്യം? അങ്ങനെയൊന്നുമില്ലല്ലോ. ആകെ ഒരു മെയിൽ അയക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ടീം എന്നല്ലാണ്ട് നമുക്ക് പ്രത്യേകിച്ച് സപ്പോർട്ടായിട്ടൊന്നും കാര്യങ്ങളൊന്നും കിട്ടത്തൊന്നുമില്ല. അപ്പോൾ ഇതിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ആ ഒരു 10-ാം തീയതി ഞാൻ എടുത്തിട്ടുള്ള ടോട്ടൽ ഓർഡേഴ്സ് ഞാൻ കാണിച്ചു തരാം. ഇവിടെ നമ്മളെ പെർഫോമൻസ് സമ്മറിയിൽ പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ പോയിട്ടുണ്ടെങ്കിൽ കാണാം. അവിടെ ഡേറ്റ് നോക്കുക, August 9, 2025 8:55 സബ്വേൻ്റെ ഓർഡർ ഞാൻ എടുത്തത്. അത് കഴിഞ്ഞിട്ട് August 9 ഇവിടെ ബർഗർ ലോഞ്ചിൻ്റെ ഒരു ഓർഡർ, അതായത് ഞാൻ വീടിൻ്റെ അടുത്ത് നിന്ന് ബർഗർ ലോഞ്ചിൽ പോയി അതെടുത്ത് ഹൈലൈറ്റിൽ കൊടുത്ത് ഹൈലൈറ്റിൽ നിന്ന് നെക്സ്റ്റ് ഓർഡർ കഴിഞ്ഞ് ഞാൻ IIMലേക്ക് വന്ന്. August 9 ഞാനിവിടെ ആകെ ടോട്ടൽ 2 ഓർഡർ മാത്രമേ എടുത്തിട്ടുള്ളൂ. ആ 2 ഓർഡർ എന്നുള്ള ടോട്ടൽ ഏണിംഗ് എന്ന് പറയുന്നത് ഞാനിതെല്ലാം ഇങ്ങനെ മെൻഷൻ ചെയ്തു നോക്കും, ഒരു ദിവസം എത്ര കിട്ടി, എത്ര മണിക്കൂർ വർക്ക് ചെയ്തു എന്നുള്ളതൊക്കെ. അപ്പോൾ ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം, ഇതാണ് August 9 ഞാൻ ടോട്ടൽ 33 കിലോമീറ്റർ ഓടി. അതിൽ പെട്രോൾ എക്സ്പെൻസ് ആയിട്ട് 63 രൂപ വന്ന്. അതിലെ ഏണിങ്സ് എന്ന് പറയുന്നത് ടോട്ടൽ 229 രൂപയാണ്. പ്രോഫിറ്റ് പെട്രോൾ എക്സ്പെൻസ് കഴിഞ്ഞിട്ട് 166 രൂപ കിട്ടി. ആകെ കിട്ടിയത് 2 ഓർഡറാണ് ഞാൻ നേരത്തെ കാണിച്ചു തന്നല്ലോ. പെർ കിലോമീറ്റർ എനിക്കൊരു ഏകദേശം 7 രൂപ എന്നുള്ള രീതിക്കാണ് ഒരു ദിവസത്തെ ഏണിങ്. അതായത് 2.34 മണിക്കൂർ വർക്ക് ചെയ്തിട്ടാണ് ഈ പറയുന്ന 166 രൂപൻ്റെ പ്രോഫിറ്റ് ഞാൻ ഉണ്ടാക്കിയത്, ചില എക്സ്പെൻസ് ഒക്കെ കഴിഞ്ഞിട്ട്. അപ്പം അത് കഴിഞ്ഞ് കിട്ടിയിട്ടുള്ള ഈ 166 എന്ന് ഈ 148 മൈനസ് ചെയ്താൽ എനിക്ക് എന്താണ് 2 ദിവസം കിട്ടാനുള്ളത്? ഈ കാണുന്ന 10-20 രൂപക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കണ്ട 2-3 മണിക്കൂർ വർക്ക് ചെയ്തിട്ടുള്ളത് എന്ന് പറയുമ്പോൾ, അതും ആ ഒരു ഓർഡറിൻ്റെ ഫുൾ ഏണിങ്സ് അവരെടുത്ത് അന്ന് ഞാൻ കൊണ്ട് കൊടുത്തിട്ടുള്ള അത്രയും ദൂരം സഞ്ചരിച്ചിട്ടുള്ള 12 കിലോമീറ്ററിൻ്റെ അവർക്ക് പെട്രോളിൻ്റെ പൈസ ഞാൻ എൻ്റെ സ്വന്തം ചിലവിൽ അടിച്ചു കൊടുത്തിട്ട് പോകുന്ന പോലെയുള്ള ഒരു അവസ്ഥയായില്ല ഇപ്പം. അതും അത്രയും സമയം ഞാൻ അവിടെ സ്പെൻഡ് ചെയ്ത് വേസ്റ്റ് ആക്കി കളഞ്ഞിട്ട്. അപ്പം നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കുക, എന്ത് രീതിയിലാണ് ഇവർ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. ഇതൊക്കെ നോക്കുക, നമ്മൾ ഇത്രയും 4-5-6 മണിക്കൂറൊക്കെ വർക്ക് ചെയ്തിട്ട് പെട്രോൾ എക്സ്പെൻസ് ഒക്കെ കഴിഞ്ഞിട്ട് എനിക്ക് കിട്ടുന്ന പ്രോഫിറ്റ് അറിയുന്നത് ഈ രീതിക്കാണ് കോഴിക്കോട് റീജിയനിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇത്രയും അബദ്ധമായിട്ടുള്ളൊരു പതറ്റിക് ആയിട്ടുള്ള സിറ്റുവേഷനിൽ ഇവർ ഇങ്ങനെ കൂടെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ വലിയൊരു സ്കാം തന്നെയല്ലേ ശരിക്കും. ഈ പറയുന്ന 2 ഓർഡർ 9-ാം തീയതി ഞാൻ എടുത്തിട്ട് എനിക്ക് കിട്ടിയ ഏണിങ്സ് എന്നാണ് ഈ പറഞ്ഞിട്ടുള്ള 148 രൂപൻ്റെ ഈ ഒരു റോങ് ആക്ഷൻ എനിക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ഇവരെ അടുത്ത് സംസാരിച്ചിട്ടുള്ള കോൾ റെക്കോർഡിങ് കൂടി ഞാൻ കൂടെ വെക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇവരെ എന്ത് രീതിക്കാണ് എങ്ങനെയൊക്കെയാണ് നമ്മളടുത്ത് റെസ്പോൺസ് ചെയ്യണത് എന്നുള്ളത്. നമുക്കതിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. അതിൻ്റെ ആരും വിളിച്ചിട്ട് അതിൻ്റെ മുകളിലേക്കൊന്നും കംപ്ലൈൻറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഇതിന് നമ്മളെ രീതിക്കുള്ള ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ആക്ഷൻ കിട്ടാനുള്ള കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം. നമസ്കാരം, സ്വിഗ്ഗി സപ്പോർട്ട് ടീമിൽ നിന്ന് വിദ്യയാണ് സംസാരിക്കുന്നത്. സർ, താങ്കളുടെ പേര്? അതെ സർ, താങ്കളെ പെനാൽറ്റി റിഡക്ഷൻ ടിക്കറ്റ് അയച്ചതല്ലായിരുന്നു സർ? എന്തായിരുന്നു ഇഷ്യൂസ്? എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. ഇതിപ്പോൾ ഞാനിപ്പോൾ ഓപ്പൺ ആക്കിയപ്പോഴാണ് 148 രൂപ സംതിങ് പിടിച്ചെന്ന് കണ്ടത്. അതിലെന്തോ ലോങ് ഡിസ്റ്റൻസ് ഞാൻ പോയിട്ടില്ല എന്നൊക്കെയാണ് പറയണത്.
പക്ഷെ എനിക്ക് കറക്റ്റ് എന്താണെന്ന് ഓക്കെ സർ. മനസ്സിലായില്ല. ഞാനിവിടുന്ന് പിന്നെ മനസ്സിലാക്കിയത് വെച്ചിട്ട് അന്ന് ആ ഓർഡർ അടിച്ചപ്പോൾ 10-22 കിലോമീറ്റർ എങ്ങാണ്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ആക്ച്വലി ഓക്കെ പിക്ക് ചെയ്യേണ്ടത് ഹൈലൈറ്റ് മാൾ ടു കുന്നമംഗലം IIM-ലേക്കായിരുന്നു. അപ്പോൾ ഓക്കെ എനിക്ക് തോന്നുന്നു അതിന്റെ നിയർലി നാഷണൽ ഹൈവേ ഉണ്ട്. അപ്പോൾ അവിടെ പിക്കപ്പ് കാണിച്ചിട്ടുണ്ടാവും വളഞ്ഞ വഴി അതിലായിരിക്കും. പക്ഷെ എനിക്ക് അവിടുന്ന് ആ പോക്കറ്റ് റോഡിലായിരുന്നു ഞാൻ നിൽക്കുന്നത്. എനിക്ക് അവിടുന്ന് ജസ്റ്റ് ഒരു 1 കിലോമീറ്ററിന്റെ താഴെ പോയിട്ട് എടുക്കാനുള്ള ദൂരം ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ അത് കട്ട് ചെയ്തിട്ട് പോകുമ്പോൾ. ഓക്കെ സർ, മനസ്സിലാവുന്നുണ്ട് സർ. എക്സ്ട്രീംലി സോറി ഫോർ ദി ഇഷ്യൂ സർ. ഇവിടെ താങ്കൾക്ക് പെനാൽറ്റി വന്നിരിക്കുന്നത് 9-ാം തീയതിത്തെ ഇഷ്യൂ ആണ് സർ. 9-ാം തീയതി താങ്കൾ സബ്വേ റെസ്റ്റോറൻറ്റ് എടുത്തിട്ടുള്ള ഓർഡറിനാണ് പെനാൽറ്റി വന്നിരിക്കുന്നത്. ഓക്കെ സർ, ഇതിൽ താങ്കൾക്ക് കസ്റ്റമർ ലൊക്കേഷൻ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് 14 കിലോമീറ്റർ ആണ് സർ. പക്ഷേ ഇതിൽ താങ്കൾ 12 കിലോമീറ്റർ മാത്രമാണ് ട്രാവൽ ചെയ്തിട്ടുള്ളത് സർ. ഞാൻ മാപ്പ് കാണിച്ചിട്ടുള്ള വഴിയല്ലേ പോകുന്നത്. കേസ് അങ്ങനെയാണെങ്കിൽ താങ്കൾ ഇതിൽ കംപ്ലീറ്റ് ആവുമല്ലോ സർ. താങ്കൾ ലാസ്റ്റ് മെയിൽ 14 കിലോമീറ്റർ എന്തായാലും കംപ്ലീറ്റ് ആവുമല്ലോ സർ. പക്ഷെ ഇതിൽ കംപ്ലീറ്റ് ആയിട്ടില്ല, അതുകൊണ്ടാണ് താങ്കൾക്ക് റിഡക്ഷൻ വന്നിരിക്കുന്നത് സർ. ഞാനതിൽ പ്രോപ്പർ നിങ്ങളെ മാപ്പ് കാണിച്ച വഴിക്കല്ലേ പോകുന്നത്. അപ്പൊ നമുക്ക് ആ പ്രോപ്പർ ലൊക്കേഷനിൽ എത്തുന്നത്. പിന്നെ എങ്ങനെയാണ് ഇപ്പൊ അങ്ങനെ എടുക്കാൻ വേണ്ടി പറ്റുക? സർ, പക്ഷെ ഇവിടെ ചെക്ക് ചെയ്യുന്ന ടൈമിൽ താങ്കളുടെ 14 കിലോമീറ്റർ മാത്രമാണ് ഇവിടെ 14 കിലോമീറ്ററിൽ 12 കിലോമീറ്റർ മാത്രമാണ് കാണിക്കുന്നത് സർ. എനിക്ക് അവിടെ ഞാൻ ലൊക്കേഷനിൽ ഇപ്പം 12 കിലോമീറ്റർ ആണ് കാണിച്ചിട്ടുള്ളത്. അപ്പൊ ആ വഴിക്കാണ് ഞാൻ പോകുന്നത്. അപ്പൊ മാപ്പ് കാണിക്കുന്ന വഴിക്കല്ലേ പോവാ. സർ, പക്ഷെ ഇപ്പൊ ഇവിടെ ഇത് കാണിക്കുന്നത് കൊണ്ട് തന്നെ ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇഷ്യൂ മെയിൽ അയക്കാൻ സാധിക്കുന്നതല്ല സർ. എക്സ്ട്രീംലി സോറി സർ. മനസ്സിലായില്ല, നമ്മൾ മാപ്പ് കാണിക്കുന്ന വഴിയല്ലേ കൊണ്ടുപോകുക. പിന്നെ നിങ്ങൾ വെറുതെ ഒരു എമൗണ്ട് കട്ട് ചെയ്തിട്ട് എന്താ കാര്യമുള്ള? സർ, അങ്ങനെയാണെങ്കിൽ താങ്കളുടെ മാപ്പ് ഫുള്ളായി കംപ്ലീറ്റ് ആവുമല്ലോ സർ. താങ്കൾ 14 കിലോമീറ്റർ കംപ്ലീറ്റ് ആവും സർ. പക്ഷെ ഇവിടെ കംപ്ലീറ്റ് ആവാത്തത് കൊണ്ടാണ്. ലൊക്കേഷൻ ഇട്ടപ്പോ 12 കിലോമീറ്റർ കാണിച്ചിട്ടുള്ളൂ. അപ്പൊ ആ വഴിക്കല്ലേ പോവാ നമ്മള്. അതെ, അത് തന്നെയാണ് ഞാൻ പറയുന്നത് സർ. താങ്കൾ സ്വിഗ്ഗി മാപ്പ് ഫോളോ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ താങ്കൾക്ക് 14 കിലോമീറ്റർ കംപ്ലീറ്റ് ആവും. പക്ഷെ ഇതിൽ കംപ്ലീറ്റ് ആയിട്ടില്ലല്ലോ. നിങ്ങൾ അതിൽ ആ ഡയറക്ഷനിൽ നിൽക്കുമ്പോൾ നമുക്ക് കാണിക്കുന്ന റൂട്ട് വെച്ചിട്ടുള്ള നമ്മൾ ആ വഴിക്ക് പോണത്. അപ്പൊ അതില് പിന്നെ നിങ്ങൾ സ്വിഗ്ഗി മാപ്പ് കംപ്ലീറ്റ് ആവുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാ ശരിയാവുക? അപ്പൊ നമുക്ക് ആ ഡയറക്ഷൻ കാണിക്കുമ്പോൾ ആ ഡയറക്ഷൻ വെച്ചിട്ടാണ് പോകുന്നത്. അപ്പൊ ആ 1 കിലോമീറ്റർ ഓടുമ്പോൾ 12 കിലോമീറ്റർ ഓടിയെങ്കിൽ അതല്ലേ കിട്ടുള്ളൂ. നമ്മുടെ ലൊക്കേഷനിൽ അവിടെ എത്തുന്നില്ലേ? നിങ്ങൾ പറയുന്ന ചിലപ്പോൾ അവിടുന്ന് മാപ്പ് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കാണിച്ചിട്ട് അത് നമ്മളെ കുഴപ്പമില്ലല്ലോ. ഓക്കെ, ഇപ്പൊ താങ്കൾക്ക് സ്വിഗ്ഗി മാപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ താങ്കൾ അത് കറക്റ്റായി ഫോളോ ചെയ്യണം. എങ്കിൽ മാത്രമേ താങ്കൾക്ക് അതാണ് പറഞ്ഞത്. അത് ഫോളോ ചെയ്തിട്ടാണ് പോയിട്ടുള്ളത്. പിന്നെ അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാ ശരിയാവുക? അങ്ങോട്ടേക്ക് 100-150 ഉറുപ്പ്യ പിടിച്ചിട്ട് അത് ഓടിയ ഒരു ദിവസം ആ പൈസ കിട്ടുന്നില്ലല്ലോ. മനസ്സിലാവുന്നുണ്ട്, പക്ഷെ ഇവിടെ കംപ്ലീറ്റ് ആവാത്ത സ്ഥിതിക്ക് ഞങ്ങളുടെ ഭാഗത്ത് മെയിലേക്ക് സാധിച്ചിട്ടില്ല സർ. അത് നിങ്ങൾ ചെയ്ത് തരണ്ടല്ലേ. നിങ്ങൾ ഇപ്പൊ മെയിൽ അയക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? നമ്മളെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് അല്ലാണ്ടിരിക്കുമ്പോൾ നമ്മൾ ഓർഡർ കൊടുക്കാണ്ടിരിക്കുക, പ്രോപ്പർ ആ ലൊക്കേഷനിൽ എത്തിയിട്ട് അവിടെ കൊടുക്കാണ്ടിരിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ പറയുന്നത് ഓക്കെ, അത് ശരിയെന്ന് പറയാം. ഇത് വെറുതെ ചുമ്മാ 2 കിലോമീറ്റർ കുറവ് കൂടി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ എങ്ങനെ നിങ്ങൾക്ക് പൈസ ഡിഡക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക? ഇതിപ്പോ ഞങ്ങളുടെ ഭാഗത്ത് മെയിൽ അയച്ചാലും ഈ എമൗണ്ട് റിവേഴ്സ് ആവുന്നുള്ള ഉറപ്പില്ല സർ. കാരണം കംപ്ലീറ്റ് ആവാത്തത് കൊണ്ട് റിവേഴ്സ് ആവുന്ന ഉറപ്പില്ല സർ. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? ഞാൻ നിങ്ങൾ കൊടുക്കുന്ന സ്വിഗ്ഗിയിൽ നമ്മൾ ഡയറക്ഷൻ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുമ്പോൾ ആ ഡയറക്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന മാപ്പ് യൂസ് ചെയ്തിട്ടാണ് നമ്മളത് പോണത്. അപ്പോൾ അതിൽ അങ്ങനെ പോയിട്ട് 2 കിലോമീറ്റർ കുറവാന്ന് പറയുമ്പോൾ അതെനിക്ക് മനസ്സിലാവും. ലോജിക്ക് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഇപ്പൊ താങ്കളെ ഓൺ മാപ്പ് എന്തെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, താങ്കളെ ഷോർട്ട് കട്ട്സ് എന്തെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും താങ്കൾക്ക് ഇങ്ങനെ റിഡക്ഷൻ കിലോമീറ്റർ കുറവായി കാണിക്കും സർ. അത് കാണിച്ചിരിക്കുന്ന റൂട്ടിലൂടെയാണ് പോയിട്ട് ഞാൻ അവിടെ നിന്ന് ഹൈലൈറ്റ് ചെയ്യുന്ന അത് ലൊക്കേഷൻ ഇട്ടപ്പം കാണിച്ചിട്ടുള്ളത് 12 കിലോമീറ്റർ ഉള്ളൂ. മനസ്സിലായിട്ടോ? നമ്മൾ അവിടുന്ന് പിക്കപ്പ് ചെയ്തിട്ട് ഡയറക്ഷൻ കൊടുക്കുമ്പോൾ 12 കിലോമീറ്റർ അവിടെ ലൊക്കേഷൻ കാണിക്കുന്നുള്ളൂ. ഇനി നിങ്ങൾ 14 അതിന്റെ കണക്ക് എന്താണെന്ന് എനിക്കറിയത്തില്ല. അത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കേണ്ട കാര്യമല്ല. അല്ലെങ്കിൽ ഈ റീസണൊക്കെ വെച്ചിട്ട് ഒരാളെ പേ ഔട്ട് കിട്ടിയാൽ ഓടിയാൽ പെട്രോളും എക്സ്പെൻസും ഒക്കെ കഴിഞ്ഞിട്ട് കിട്ടുന്ന ഈ 10-200 അന്ന് കിട്ടിയ 2 ഓർഡറാണ് ആകെ. നോക്കിയെങ്കിൽ നിങ്ങൾക്ക് കാണാലോ. ആകെ 2 ഓർഡർ എവിടെ 10-300 സംതിങ് ആണ് എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ ഞാനിപ്പോ അന്ന് എന്തിനാ ഓടിയതിന്റെ പെട്രോൾ അടിച്ചിട്ട്? തോന്നിവാസം കാണിക്കുന്നതിന് ഒരു അതിരില്ല. നിങ്ങൾ ഇതിപ്പോ 2 കിലോമീറ്റർ കൂടി കുറഞ്ഞെന്നൊക്കെ പറഞ്ഞിട്ട് ഇതിന് 150 ഉറുപ്പ്യ പിടിച്ചത്. ഒരു ലോജിക്ക് വേണ്ട നമ്മളിത് കട്ട് ചെയ്യുന്നത്. നിങ്ങളെ സപ്പോർട്ടിൽ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യത്തിനും റെസ്പോൺസ് കിട്ടുന്നില്ല. നിങ്ങൾ അത് ചെയ്യാൻ പറ്റില്ല, ഇത് ചെയ്യാൻ പറ്റില്ല. പിന്നെ നിങ്ങൾ എന്തിനാ വെച്ചിരിക്കുന്നത്? നിങ്ങളൊരു പണി ഏൽപ്പിക്കുന്ന പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് ശരിക്കും? നിങ്ങൾ നമ്മളെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് കേട്ടിട്ട് ഞങ്ങൾ അവിടെ വായും മൂടി കെട്ടിയിരിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത് മനസ്സിലാവുന്നില്ല. അല്ല, മനസ്സിലാക്കേണ്ട കുറച്ചൊക്കെ ഇതൊക്കെ കാര്യങ്ങളൊക്കെ.
ചുമ്മാ ഞങ്ങളുടെ അങ്ങോട്ടേക്ക് മെയിൽ നിങ്ങളെ ഭാഗത്തുനിന്ന് ഒന്നും ചെയ്യുന്നില്ല. നിങ്ങൾ പിന്നെ ചെയ്യാണ്ടത് പ്രോപ്പർ ഇതൊന്നും കിട്ടത്തില്ല എന്നും പറഞ്ഞ് അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇതാക്കിയിട്ട് എന്താ കാര്യം? താങ്കൾക്ക് ആപ്പിൽ 12 കിലോമീറ്റർ ആണ് കാണിച്ചിരിക്കുന്നതെങ്കിൽ അത് ഞങ്ങളുടെ ഭാഗത്ത് മെൻഷൻ ചെയ്ത് ഞങ്ങൾ മെയിൽ അയക്കാം. താങ്കൾ എന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്യൂ. 24 to 48 hours ഒന്ന് വെയിറ്റ് ചെയ്യൂ സർ. നിങ്ങളത് പ്രോപ്പറായിട്ട് ചെയ്തിട്ട് അത് ഒഴിവാക്കി തരണം, അത്രേ പറയാനുള്ളൂ. അത് വെറുതെ നമ്മളിപ്പോ അത് ഓടുന്ന പോലെ അല്ലേ. നിങ്ങൾ പിന്നെ ഞാനിപ്പോ ആരെ വിളിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇത് കറക്റ്റ് ഇത് ഇപ്പം തന്നെ ക്ലിയർ ചെയ്ത് കിട്ടുക എന്നാ അത് പറ. ഇപ്പൊ താങ്കൾ ടിക്കറ്റ് റേസ് ചെയ്ത് താങ്കൾ പെനാൽറ്റി റിഡക്ഷൻ ടിക്കറ്റ് റേസ് ചെയ്ത് ഞങ്ങളുടെ ഭാഗത്തുനിന്നാണ് മെയിൽ അയക്കുന്നത്. ഞങ്ങൾ മെയിൽ അയക്കുക. താങ്കൾക്ക് എമൗണ്ട് റിവേഴ്സ് ആവുന്ന എമൗണ്ട് ആണെങ്കിൽ റിവേഴ്സ് ആവുന്ന എമൗണ്ട് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കാര്യങ്ങൾ അവരെ ബോധിപ്പിച്ചിട്ട് ആ പൈസ എനിക്ക് തിരിച്ച് കിട്ടണം. കാരണം ഞാൻ അന്ന് ഓടിയിട്ട് ആകെ കിട്ടിയിട്ടുള്ള എനിക്ക് നഷ്ടമാണ് വരുന്നത് 150 രൂപ പിടിച്ചിട്ടുണ്ടെങ്കിൽ. അന്ന് നിങ്ങൾ അതിന്റെ ഓർഡറിങ് എടുത്ത് നോക്കൂ. പെട്രോൾ അടിച്ചിട്ട് എന്താ കിട്ടാനുള്ള അത്രയും മണിക്കൂർ അവിടെ വെയിറ്റ് ചെയ്തിട്ട്. ഞങ്ങളുടെ ഭാഗത്തുനിന്നല്ല സർ ഞങ്ങൾക്ക് എമൗണ്ട് റിവേഴ്സ് ചെയ്യുന്നത് ഹയത്തിന്റെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന നിങ്ങളിപ്പം പറഞ്ഞല്ലോ മെയിൽ ചെയ്യാൻ പറ്റുന്ന. അപ്പൊ പ്രോപ്പറായിട്ട് മെയിൽ ചെയ്താണ് കാര്യങ്ങൾ ഇത് പറഞ്ഞു കൊടുത്തിട്ട് മെയിൽ ചെയ്യുക. എന്നിട്ട് ആ പൈസ തിരിച്ചു കിട്ടാനുള്ള രീതിക്കുള്ള കാര്യങ്ങൾ നിങ്ങളെ മെയിൽ ചെയ്തിട്ട് ചെയ്യാം. ഞാൻ മെൻഷൻ ചെയ്ത് മെയിൽ അയക്കാം. താങ്കൾക്ക് റിവേഴ്സ് ആവുന്ന എമൗണ്ട് ആണെന്നുണ്ടെങ്കിൽ റിവേഴ്സ് ആവണില്ല എന്നുണ്ടെങ്കിൽ ഇനിയിപ്പോ അടുത്തത് ആരെ വിളിച്ചിട്ടാണ് ഈ ഒരു സംഭവം എനിക്ക് റിവേഴ്സ് ആയി കിട്ടുന്നത് നമുക്ക് എന്തായാലും റിവേഴ്സ് ആവും. ഇതിപ്പോ നിങ്ങൾ ആദ്യം തന്നെ പറഞ്ഞല്ലോ 12 കിലോമീറ്റർ 14 കിലോമീറ്റർ ഓടുന്നത്. അപ്പൊ അതൊന്നും കിട്ടത്തില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഓൾറെഡി വെച്ചല്ലോ. അപ്പൊ ഇതിനിപ്പോ നിങ്ങളിപ്പോ മെയിൽ അയച്ചിട്ടുണ്ടെങ്കിലും അതേ സംഭവം എല്ലാം നടക്കാൻ പോണത്. എനിക്ക് അതല്ല വേണ്ടത്. എനിക്ക് മെയിൽ അയക്കാൻ മാത്രമേ സർ താങ്കളുടെ ഇഷ്യൂ ഇപ്പൊ സാധിക്കത്തുള്ളൂ. ഞാൻ മെയിൽ അയക്കാം. റിവേഴ്സ് ആവുന്നുണ്ടെങ്കിൽ അവരുടെ ഭാഗം ഡയറക്റ്റ് ആയിട്ട് താങ്കൾക്ക് റിവേഴ്സ് ചെയ്ത് തരും സർ. അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ടിക്കറ്റ് നിങ്ങൾ ക്ലോസ് ചെയ്യും. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കാനോ ഇതിന് പരാതിപ്പെടാനോ ഒന്നും ഉണ്ടാവത്തില്ല. അതാണ് ഉണ്ടാവാൻ പോണത്. നിങ്ങൾ പിന്നെ എന്ത് ഹെൽപ്പ് സപ്പോർട്ട് ഒന്നും നിൽക്കുന്നത്. താങ്കൾ എന്തായാലും 24 to 48 hours വെയിറ്റ് ചെയ്യണം സർ. ഞങ്ങളുടെ ഭാഗത്ത് മെയിൽ അയക്കാനും ഞങ്ങൾക്കും ആക്സസ് ഉള്ളൂ. എക്സ്ട്രീംലി സോറി. താങ്കൾ എന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്യൂ. ഓക്കെ സർ. അതാ പറഞ്ഞ എനിക്ക് മെയിൽ വെയിറ്റ് ചെയ്തിട്ട് എനിക്ക് അതിന് പ്രോപ്പർ ആയിട്ടുള്ള ഒരു തിരിച്ചു കിട്ടണം. അത്രേ പറയാം. ഹലോ, നമസ്കാരം. സ്വിഗ്ഗി സപ്പോർട്ട് ടീമിന്റെ വിദ്യയാണ് സംസാരിക്കുന്നത് സർ. താങ്കൾ അതെ ഓക്കെ സർ. താങ്കളെ പെനാൽറ്റി റിഡക്ഷൻ ടിക്കറ്റ് റേസ് ചെയ്തില്ലായിരുന്നോ സർ? ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ സർ. സർ ഓൾറെഡി താങ്കളുടെ ഇഷ്യൂ മെയിൽ അയച്ചിട്ടുണ്ട് സർ. താങ്കൾ ഒരു 24 to 48 hours ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും. അല്ല, ഒരു കാര്യം ഞാൻ പറയട്ടെ. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഇപ്പൊ നിങ്ങളാണ് വിളിച്ചത് വേറെ ആരാണ് വിളിച്ചതെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹൈലൈറ്റ് മാളിന്ന്. പിന്നെ ഞാൻ ഡ്രോപ്പ് ചെയ്ത് അവിടെ വരെ 14 കിലോമീറ്റർ ആണ് നിങ്ങളെ സ്വിഗ്ഗി ആപ്പിൽ കാണിക്കുന്നത് എന്നുള്ളത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോഴും. ഞാൻ അവിടുന്ന് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അവിടുന്ന് ഹൈലൈറ്റ് മാൾ ടു എടുത്തവിടേക്ക് 12 കിലോമീറ്റർ കാണിച്ചില്ല. ഇപ്പൊ ഞാനിപ്പോൾ ഇവിടുന്ന് അടിച്ചു നോക്കി ഹൈലൈറ്റ് മാൾ ടു IIMലേക്ക് അവിടുന്ന് മാപ്പിലെ ഡയറക്ഷൻ കാണിക്കുമ്പോൾ ഈ 12 കിലോമീറ്റർ തന്നെയാണ് കാണിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് സ്വിഗ്ഗിയിലെ ആപ്പിൽ മാത്രം എങ്ങനെയാണ് ഈ 14 കിലോമീറ്റർ കാണിക്കുന്നത് എനിക്ക് മനസ്സിലാവണില്ല. നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം ചെക്ക് ചെയ്ത് നോക്കാമല്ലോ. കോഴിക്കോട് ഹൈലൈറ്റ് മാൾ ടു പിന്നെ കോഴിക്കോട് കുന്നമംഗലത്തുള്ള IIMലേക്കുള്ള ലൊക്കേഷൻ നോക്കുക. അതിൽ 12 കിലോമീറ്റർ ആണ് കാണിക്കുന്നത്. പിന്നെ നിങ്ങളെങ്ങനെയാണ് പിന്നെ നിങ്ങളെ ആപ്പിൽ 14 കിലോമീറ്റർ കാണിക്കുന്നതെന്ന് പറയുന്നത്? എന്നിട്ട് നമ്മുടെ അല്ല, നിങ്ങൾ അതും കൂടെ അറ്റാച്ച് ചെയ്തിട്ട് കൊടുക്കണം ഈ എന്താണ് കംപ്ലൈന്റ് കൊടുക്കുമ്പോൾ. മനസ്സിലായോ? മാപ്പിൽ അങ്ങനെയാണ് കാണിക്കുന്നത്. പിന്നെ മാപ്പ് പറയുന്നില്ലല്ലോ. ഞാൻ സ്വിഗ്ഗിക്ക് പ്രത്യേകിച്ച് റൂട്ടുണ്ടോ എനിക്കറിയത്തില്ല. മാപ്പിനെക്കാട്ടിലും വലിയ റൂട്ട് ഉണ്ടെങ്കിൽ അത് പറയണം. മനസ്സിലാവുന്നുണ്ട് സർ. ഇപ്പൊ ഞങ്ങളുടെ ഭാഗത്ത് എന്തായാലും ഓൾറെഡി താങ്കളുടെ ഇഷ്യൂ മെയിൽ അയച്ചിട്ടുണ്ട്. എനിക്കിത് ആ പൈസ എനിക്ക് റീഫണ്ട് കിട്ടണം. കാരണം വെറുതെ ഓടിയ പോലെ ആവും. ഞാനതാ പറഞ്ഞത്. അത് മെൻഷൻ ചെയ്യണം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ സ്ക്രീൻഷോട്ട് ഞാൻ എടുത്തിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ മടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എടുത്തിട്ട് അയച്ചിട്ട് തരാം. എന്നിട്ട് അവർക്ക് അയച്ചു കൊടുക്കുക. ഇതിൽ മാപ്പിൽ ഇങ്ങനെയാണ് കാണിക്കുന്നത്. ഹൈലൈറ്റ് മാൾ ടു കുന്നമംഗലം IIMലേക്ക് 12 കിലോമീറ്റർ ആണ് കാണിക്കുന്നത്. നിങ്ങൾ മാപ്പ് പിന്നെ ഇതിൽ മെൻഷൻ ചെയ്ത പോലെ 14 കിലോമീറ്റർ അല്ല എന്നുള്ളത് കറക്റ്റ് അതിൽ കാണിച്ചു കൊടുക്കുക. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ അന്ന് ഞാൻ ഓർഡർ എടുത്തപ്പോൾ സ്ക്രീൻഷോട്ട് 22 കിലോമീറ്റർ സബ്വേന്റെ ഞാൻ നിന്ന് ആ ലൊക്കേഷനിൽ അവിടേക്കുള്ള ലോങ് വേണമെന്നുണ്ടെങ്കിൽ ആ സ്ക്രീൻഷോട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് തരാം. നിങ്ങൾ ഇത് വെച്ചിട്ട് മെയിൽ ചെയ്യാം. എനിക്ക് വെറുതെ നിങ്ങൾ മെയിൽ അയച്ചിട്ടൊന്നും വേണ്ട കാര്യമില്ല. നിങ്ങൾ ആ കുറച്ച് കറക്റ്റ് അതിന്റെ ക്ലാരിഫിക്കേഷൻ കൊടുക്കുക. ബുദ്ധിയുള്ള അടുക്കും ചിന്തിച്ചാൽ മനസ്സിലാവുന്ന കാര്യമാണല്ലോ. അപ്പോൾ എനിക്ക് ആ സ്ക്രീൻഷോട്ട് കൂടി മെൻഷൻ ചെയ്തിട്ട് വേണം അവർക്ക് ടിക്കറ്റ് റേസ് ചെയ്യാം. അവർക്ക് നിങ്ങൾ കംപ്ലൈന്റ് കൊടുക്കണമെങ്കിൽ കൊടുക്കാൻ. അതിൽ മാപ്പിൽ എത്ര കിലോമീറ്റർ കാണിക്കണമെന്ന് പറഞ്ഞിട്ട്. ഓക്കെ സർ. എന്തായാലും ഞാൻ എന്റെ ഭാഗത്ത് മെൻഷൻ ചെയ്ത് മെയിൽ അയച്ചിട്ടുണ്ട് സർ. താങ്കൾ എന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്യൂ സർ. ഓക്കെ, അതാണ് പറഞ്ഞത്. ഈ സ്ക്രീൻഷോട്ടും കൂടെ കൊടുക്കുക. അവിടുന്ന് പ്രോപ്പറായിട്ട് 12 കിലോമീറ്റർ കാണിക്കുന്നുള്ളൂ മാപ്പിൽ എന്ന് പറഞ്ഞിട്ടും കൂടെ കൊടുക്കുക. ഓക്കെ സർ. ഞാൻ അറ്റാച്ച് ചെയ്യാം സർ. താങ്കൾ എന്തായാലും 24 to 48 hours ഒന്ന് വെയിറ്റ് ചെയ്യൂ സർ. ഓക്കെ ഓക്കെ സർ. ഓക്കെ സർ. താങ്കളുടെ ഭാഗത്ത് കോൾ ഡിസ്കസ് ചെയ്തോളൂ. ഹാവ് എ നൈസ് ഡേ സർ. അപ്പോൾ ഇത്രയൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലേ എങ്ങനെയാണ് ഇവരൊക്കെ പ്രതികരണം എന്നുള്ളത്? അപ്പം നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടൊക്കെ ഇത്രയും വർക്കൊക്കെ ചെയ്തിട്ട് നമുക്ക് ലാസ്റ്റ് കിട്ടുന്ന ആ ഒരു പ്രതികരണം എന്ന് പറയുന്നത് ഈ രീതിക്കാണ്. പ്രോപ്പറായിട്ടുള്ളൊരു കസ്റ്റമർ സപ്പോർട്ടോ ഒന്നും കാര്യങ്ങളോ ഒന്നും തരാതെ
നമ്മളെ തന്നെ പിടിയുന്ന രീതിക്ക് ഒരു പോവുകയാണെന്നുണ്ടെങ്കിൽ ഇതിലൊക്കെ ആരെങ്കിലും നിൽക്കുമോ? നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചോക്കെ. ഇത്രയും മണിക്കൂറൊക്കെ നമ്മൾ വർക്ക് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന ഏണിങ്സ് എന്ന് പറയുന്നത് ഈ പറയുന്ന തുച്ഛമായിട്ടുള്ള വരുമാനമാണ്.